മലയാളം SQL സെർവർ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാം, അതുപോലെ എന്തൊക്കെയാണ് ഒരു ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടം. നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് എങ്ങനെ ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്യാം എന്ന് പഠിച്ചു. ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോളത്തിൽ ഒരു നൾ വാല്യൂസ് സെറ്റ് ചെയ്തു. നൾ വാല്യൂ അതിലേക്ക് ഒരു ഡാറ്റയും ഇൻസേർട്ട് ചെയ്തില്ല, പക്ഷേ അതിന് പകരം ഒരു ഡിഫാൾട്ടായ വാല്യൂ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുന്നതിനെയാണ് ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഒരു വാല്യൂ ഡിഫാൾട്ടായി സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നൾ വാല്യൂ എന്ന് കൊടുത്താൽ അതിന് പകരം 3 എന്ന വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ജെൻഡർ ഐ ഡി എന്ന കോളത്തിൽ ഒരു ഐഡിയും ഒരു നമ്പറും നിങ്ങൾ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ, ഒരു ഐഡിയും ഇതിൽ യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് പകരം 3 എന്ന വാല്യൂ അതിൽ താനേ ചേർക്കപ്പെടുന്നു. അതിനാണ് ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ TB എംപ്ലോയി ആൻഡ് TB ജെൻഡർ എന്ന 2 ടേബിളുകൾ നമുക്ക് കാണാം. അതിൽ ഇവിടെ ID പ്രൈമറി കീയായും, TB എംപ്ലോയിയിൽ ID പ്രൈമറി കീയായും, ജെൻഡർ ഫോറിൻ കീയുമായും കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ TB ജെൻഡർ എന്നതിന് PK എന്ന പ്രൈമറി കീ സെറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെ നമുക്കൊരു ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻസേർട്ട് TB എംപ്ലോയി ID name, email, അതുപോലെ ജെൻഡർ ഐ ഡി. അതിലേക്ക് വാല്യൂകൾ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ID 6 അതുപോലെ നെയിം സന്തോഷ് എന്നും ഇമെയിൽ santosh@gmail.com എന്നും അതുപോലെ ജെൻഡർ ഐഡിയിൽ നമ്മൾ
ജെൻഡർ ഐ ഡിയിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല. ജെൻഡർ ഐ ഡിയിൽ വാല്യൂ കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 1 റോ അഫക്റ്റഡ്, സെലക്ട് DB എംപ്ലോയി. ഇപ്പോൾ സന്തോഷ് എന്ന പുതിയ റോ ഇൻസേർട്ടായി. അതിൽ സന്തോഷ് ജിമെയിൽ. ഇവിടെ നൾ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഫാൾട്ടായി നൾ വാല്യൂ അവിടെ സെറ്റായിരിക്കുന്നു. അതിന് പകരം നമുക്ക് ആ വാല്യൂവിൽ അയാളൊരു വാല്യൂ ചേർത്തില്ലെങ്കിൽ അതിന് പകരം ഒരു ഡിഫാൾട്ട് വാല്യൂ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആൾട്ടർ ഒരു ഡിഫാൾട്ട് ഒരു നമ്മൾ എക്സിസ്റ്റിംഗ് ടേബിളായ എംപ്ലോയിലാണ് നമ്മൾ ഡിഫാൾട്ട് കീ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൾട്ടർ ഉപയോഗിച്ച് നമുക്ക് ഡിഫാൾട്ട് കൺസ്ട്രെയിൻ സെറ്റ് ചെയ്യാം. ആൾട്ടർ ടേബിൾ TB എംപ്ലോയി ഏതാണോ ടേബിൾ വേണ്ടത് അത് ചെയ്യുക. അത് alter table name and add constraint add constraint add constraint constraint add constraint 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 add constraint value കൊടുക്കുക. df ഏതാണോ ടേബിൾ നെയിം TB എംപ്ലോയി ആണ് ടേബിൾ TB എംപ്ലോയി അതുപോലെ ഏത് കോളത്തിനാണോ നമ്മൾ ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നത് ആ കോളത്തിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ഇവിടെ ജെൻഡർ ഐ ഡി ആണ് കോളത്തിൻ്റെ പേര്. ജെൻഡർ ഐ ഡിയിലാണ് നമുക്ക് ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ജെൻഡർ ഐ ഡി ക്ലിക്ക് ചെയ്ത് ജെൻഡർ ഐ ഡി ആഡ് ചെയ്യുക. ഒരു മീനിങ് ഫുൾ നെയിമായിരിക്കണം എപ്പോഴും കൺസ്ട്രെയിൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഡിഫാൾട്ട് ഏതാണോ നമുക്ക് വേണ്ടത് അക്ഷരം 3 എന്ന് കൊടുക്കുക. ഇപ്പോൾ അതിന് 3 എന്ന് കൊടുക്കുക. ഫോർ ജെൻഡർ ഐ ഡി ഏതാണോ ഏത് കോളത്തിൻ്റെ പേര് കൊടുക്കുക. ഫോർ ജെൻഡർ ഐ ഡി ഓക്കെ, നമ്മൾ ജെൻഡർ ഐ ഡിക്ക് ഇപ്പോൾ ഡിഫാൾട്ട്
കൺസ്ട്രെയിൻറ്റ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യുക. കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് TB എംപ്ലോയിലേക്ക് ഒരു വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇതേ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതേ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിന് നൾ വാല്യൂവിലൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ സന്തോഷ്. ഫിറോസ് എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റോ അഫക്റ്റഡ്. ഇൻ ടേബിൾ എംപ്ലോയി എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അവിടെ കാണാവുന്നതാണ് നൾ വാല്യൂവിന് പകരം 3 എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. അതിവിടെ ഡിഫാൾട്ട് വാല്യൂ 3 ആയി കൊടുത്തതിനാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് 3 ആയി കൊടുത്താൽ നൾ വാല്യൂസുകൾ പിന്നെ 3 ആയി കൊടുക്കാം. അങ്ങനെ ഏത് കോളത്തിനും നമുക്ക് ഡിഫാൾട്ട് വാല്യൂസുകൾ സെറ്റ് ചെയ്യാം. ഡിഫാൾട്ട് വാല്യൂകൾ സെറ്റ് ചെയ്യുന്നത് ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ നമുക്ക് പുതിയൊരു ന്യൂ കോളം ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കൽ ഇതേ സിൻടാക്സ് ചെയ്യുക. ആൾട്ടർ ടേബിൾ നെയിം ആഡ് എന്താണോ കോളം നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുക. കൺസ്ട്രെയിൻറ്റ് നെയിം ഡിഫാൾട്ട് വാല്യൂ. അതുപോലെ എങ്ങനെ ഇനി ഒരു ഡിഫാൾട്ട് കൺസ്ട്രെയിനെ നമുക്ക് ഡിലീറ്റ് ആക്കാം, ഡ്രോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രെയിനുള്ളിൽ നമ്മളുടെ ഡിഫാൾട്ട് കൺസ്ട്രെയിൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാം. df tb എംപ്ലോയി ജെൻഡർ എന്ന ഡിഫാൾട്ട് കൺസ്ട്രെയിൻ ആഡ് ചെയ്ത് വന്നു. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ആക്കണം? നമുക്ക് പഴയ നൾ വാല്യൂ കൊടുക്കുമ്പോൾ നൾ എന്ന് തന്നെ വരാൻ ആവുന്ന വിധം കൊടുക്കുവാൻ, അതായത് നമുക്ക് ഈ df tb എംപ്ലോയി ജെൻഡർ എന്ന ഡിഫാൾട്ട് കൺസ്ട്രെയിനെ എങ്ങനെ ഡിലീറ്റ് ആക്കാം, എങ്ങനെ ഡ്രോപ്പ് ആക്കാം എന്ന് നോക്കാം. ഡ്രോപ്പ് constraint alter table name എന്താണോ ഡ്രോപ്പ് constraint ഡ്രോപ്പ് constraint എന്താണോ കൺസ്ട്രെയിൻ്റെ പേര്, ഡിഫാൾട്ട് കൺസ്ട്രെയിൻ്റെ പേര്, അത് കോപ്പി അത് എഴുതുക. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക്
ഒരു ഡിഫാൾട്ട് കൺസ്ട്രെയിനെ ഡിലീറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ടേബിൾ എംപ്ലോയി, അതിലെ ഡ്രോപ്പ് കൺസ്ട്രെയിൻ എന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ഡിഫാൾട്ട് കൺസ്ട്രെയിൻ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനെ എക്സിക്യൂട്ട് ചെയ്താൽ ഈ കൺസ്ട്രെയിൻ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഓക്കെ, TB എംപ്ലോയിൽ കൺസ്ട്രെയിനിൽ നോക്കിയാൽ ഇനി അത് ഡിലീറ്റ് ആയതുകൊണ്ട് ഇതിലൊരു കൺസ്ട്രെയിനും കാണിക്കുകയില്ല. ഓക്കെ, എങ്ങനെ ഒരു ഡിഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാമെന്ന് ഇന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു പാഠഭാഗത്ത് നമുക്ക് കാണാം. ബൈ.